രാഹുലിന്റെ ക്ലാസ്സും ഉണ്ടായി. അതിനെ തുടർന്ന് ഇന്നാണ് നമ്മൾ യഥാർത്ഥ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. ഇന്ന് 2 ഫാക്കൽറ്റിയാണ് ക്ലാസ് എടുക്കുന്നത്. പിന്നെ ആദ്യം 8 മുതൽ 9 മണി വരെ, അത് കഴിഞ്ഞാൽ 11 മുതൽ 12 മണി വരെ. അതിൽ ഈ നിങ്ങളെടുക്കുന്ന സമയം ചോദിച്ചുകൊണ്ട് ക്ലാസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച അവർക്ക് വിവരം കൊടുക്കാൻ വേണ്ടി വൈകിപ്പോയി. നിങ്ങൾക്ക് സമയം നിങ്ങളുടെ അടുത്തുനിന്ന് ക്ലാസ്സിന്റെ സമയം കിട്ടാൻ വേണ്ടി വൈകി. കേരള ചരിത്രം എന്ന് പറയുമ്പോൾ കുട്ടികള് ശ്രദ്ധിക്കുക. നമ്മള് പിന്നെ ക്ലാസ് എടുക്കുന്ന ആൾ സംസാരിക്കുമ്പോൾ കുട്ടികളും എല്ലാ ആൾക്കാരും അത് മ്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഓർമ്മിക്കണം. നിങ്ങൾക്ക് സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യുക. അത് കഴിഞ്ഞോടെ തന്നെ നിങ്ങൾ വീണ്ടും മ്യൂട്ട് ആക്കണം. ഈ കാര്യത്തിൽ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് മുതൽ റെഗുലർ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ആരംഭിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചയും ക്ലാസ് കൃത്യമായി നടക്കും. ഈ ക്ലാസ്സിന്റെ സമയത്തിൻ്റെയാണ് നമ്മൾക്കൊരു ബുദ്ധിമുട്ടുള്ളത്. നിങ്ങൾ പറയുന്ന സമയം വെച്ചുകൊണ്ട് നമ്മൾ പരമാവധി ചെയ്യാൻ വേണ്ടി നോക്കും. അതിൽ ഫാക്കൽറ്റിയുടെ സമയം ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഫാക്കൽറ്റിയുടെ സമയം നമുക്ക് ഫാക്കൽറ്റി നമ്മളിപ്പം ഏറ്റവും മികച്ച ഫാക്കൽറ്റിയാണ് നോക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം, എറണാകുളം ഒക്കെ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റിയാണ് നമ്മുടെ അടുത്തും വരുന്നത്. അതുകൊണ്ട് അവരുടെ സമയം നമ്മൾ കിട്ടുമ്പോൾ അവരുടെ സമയം വെച്ചുകൊണ്ട് നമ്മൾ ക്ലാസ് എടുക്കാൻ ചിലപ്പോൾ നിർബന്ധിക്കപ്പെടും. അതാണ് ഒരു ബുദ്ധിമുട്ടുള്ളത്. അത് കുട്ടികൾ പൊരുത്തപ്പെടണമെന്ന് കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ മെയിൽ ഐ ഡി തന്നിട്ട് അതിലേക്ക് അയച്ചു തരും. അത് ഇന്നു മുതൽ കഴിഞ്ഞ ക്ലാസ് കാര്യങ്ങൾ ഇന്നു മുതൽ ഞങ്ങൾക്ക് അയച്ചു തരും. അത് കാര്യങ്ങൾ റെഡി ആയിട്ടുണ്ട്. മെയിൽ സെറ്റ് ചെയ്യുന്നതിലുള്ള ചില പ്രയാസങ്ങൾ കൊണ്ടാണ് വൈകിയിട്ടുള്ളത്. അത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞ പ്രകാരം നിങ്ങൾക്ക് അയച്ചു തരും. മറ്റൊന്ന് പറയാനുള്ളത്, ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നോട്ട് കരുതണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നോട്ടിൽ കുറിച്ച് വെക്കണം. അതോടൊപ്പം തന്നെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കുക. മുഴുവൻ സംശയങ്ങളും ക്ലിയർ ചെയ്യുക. അല്ലാതെ ക്ലാസ് എടുക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടമില്ലാതെ പറയുക, അവർ പറഞ്ഞു പോവുക എന്നല്ല. ഒരു ഡിസ്കഷൻ രൂപത്തിലേക്ക് നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ കൃത്യമായി ക്ലാസ്സിൽ ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിയണം. അതിൻ്റെ റൈറ്റ് കുട്ടികൾക്കുണ്ട്. അത് കുട്ടികൾ തിരിച്ചറിയണം. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മുടെ അഡ്മിഷനൊക്കെ ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ട് നമ്മൾ ക്ലാസ്സുകൾ കൃത്യമായിട്ട് പോവുകയാണ്. അതിൽ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ 63 സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നിട്ടുണ്ട്. 63 സ്കൂളുകളിൽ നിന്നാണ് നമ്മൾ അഡ്മിഷൻ ഉണ്ടായിട്ടുള്ളത്. കുറേ സ്കൂളിൽ നിന്ന് ഒന്നിലധികം കുട്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ചില സ്കൂളിൽ നിന്ന് ഒരു കുട്ടിയാണ് വന്നിട്ടുള്ളത്. ഒരു 30-ലധികം സ്കൂളിൽ നിന്ന് ഓരോ കുട്ടിയാണ് ഉള്ളത്. എനിക്ക് അത്തരം കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു പഠന സൗകര്യം, പ്രത്യേകിച്ച് ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും ആ ഡിസ്കഷൻ എന്നുള്ള രീതിയിലേക്കുള്ള പഠന പ്രവർത്തനങ്ങൾ കുറെ കൂടെ ആഴത്തിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സ്കൂളിൽ ഇപ്പം നാളെ സ്കൂൾ തുറക്കുകയാണ്. തുറന്നു കഴിഞ്ഞാൽ നിങ്ങളെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ എത്രയും വേഗം അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത് നന്നായിരിക്കും. കാരണം ഇത് ഒന്ന് നിങ്ങൾ ഡിസ്കഷന് വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഇടയ്ക്ക് ചില വർക്ക്ഷോപ്പുകൾ നടത്തും. ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ് ജില്ല ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ വർക്ക്ഷോപ്പുകൾ നടത്തും. അതിൻ്റെ ഒരു ആവശ്യമാണ്. നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ലീഡർഷിപ്പ് ട്രെയിനിങ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ ചില പ്രോഗ്രാംസ് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പം അത്തരം വർക്ക്ഷോപ്പുകൾ നടത്തണമെങ്കിൽ നിങ്ങൾ വരേണ്ടി വരും. അപ്പം നിങ്ങളെ കൂടെ യാത്ര ചെയ്യാനൊക്കെ തന്നെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു കുട്ടി കൂടി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും. അപ്പം ആ നിലയിലേക്ക് നിങ്ങളെ സ്കൂളിലത്തെ കുട്ടികളോട് പറഞ്ഞ് 1-2 കുട്ടികളെ നിങ്ങൾ ജോയിൻ ചെയ്യിച്ചാൽ നിങ്ങൾക്കത് വലിയ ഗുണമായിട്ട് മാറുമെന്ന തോന്നൽ ഞങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ച് ഡിസ്കഷന് വേണ്ടിയിട്ടും അതുപോലെ യാത്രക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കായിട്ടാണ്. മറ്റൊന്ന് പറയാനുള്ളത്, നിങ്ങളുടെ ഈ പേരൻസിൻ്റെ കാര്യങ്ങൾ. പേരൻസിൻ്റെ ഒരു യോഗം ഞങ്ങൾ ഈ നവംബർ മാസം 4-ാം തീയതി വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ യോഗം വൈകുന്നേരം 7 മണിക്കാണ് വിളിക്കുന്നത്. അതിൻ്റെ ലിങ്കും കാര്യങ്ങളും ഞങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരും. അതും കുട്ടികളൊന്ന് ശ്രദ്ധിക്കണം. മറ്റൊന്ന്, ഇപ്പോൾ പേരൻസിൻ്റെ യോഗത്തിൽ എല്ലാ പേരൻസും പങ്കെടുക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ജൈത്ര അക്കാദമിക്ക് കുട്ടികളോട് മുന്നോട്ട് വെക്കാനുള്ളത്. കാരണം പേരൻസ് മീറ്റിങ്ങിൻ്റെ പ്രത്യേകത, ഞങ്ങൾക്ക് പറയാനും പേരൻസിന് പറയാനും ഉള്ള ഒരു അവസരമാണ് പേരൻസ് മീറ്റിംഗ്. അതുകൊണ്ട് ആ കാര്യം നമ്മുടെ രക്ഷിതാക്കൾ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് ഈ പേരൻസ് മീറ്റിങ്ങിന് ഒന്നുകൂടെ പറയാണ്,
നവംബർ 4 വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന പേരൻസ് മീറ്റിംഗിൽ മുഴുവൻ പേരൻസും പങ്കെടുക്കണം. അത് നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ രക്ഷിതാക്കളോട് പറഞ്ഞു വെക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മൾക്കിപ്പം കുറേ ഗ്രൂപ്പുകൾ, ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ ജൈത്ര അക്കാദമിയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ട്. അത്രയും ഗ്രൂപ്പുകൾ നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് ഹൈസ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ജൂനിയർ ഗ്രൂപ്പും അതുപോലെ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സീനിയർ ഗ്രൂപ്പും, ഈ 2 ഗ്രൂപ്പുകൾ നമുക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഹൈസ്കൂൾ കുട്ടികളുടെ പേരൻസിന്റെ ഒരു ഗ്രൂപ്പും ഹയർ സെക്കൻഡറി കുട്ടികളുടെ പേരൻസിന്റെ ഗ്രൂപ്പും, ഈ ഗ്രൂപ്പ് നമുക്ക് പുതുതായി രൂപീകരിക്കണം. ആ ഗ്രൂപ്പ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ മെസ്സേജ് നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ പാസ് ചെയ്യും, ഈ ഗ്രൂപ്പിലേക്ക് പാസ് ചെയ്യും. അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് നിങ്ങളെ രക്ഷിതാവിനെ കൂടെ ആഡ് ചെയ്യണം. നിങ്ങളാണ് ആഡ് ചെയ്യേണ്ടത്. അതിന്റെ മെസ്സേജ് ഞങ്ങൾ തരും, ലിങ്ക് നിങ്ങൾക്ക് തരും. അത് തന്നു കഴിഞ്ഞാൽ ആ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ രക്ഷിതാവിനെ കൂടെ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് നമ്മുടെ മുഴുവൻ കുട്ടികളുടെ രക്ഷിതാക്കന്മാർ ഉൾപ്പെടുന്ന 2 വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, പിന്നെ നമ്മൾ മുൻകൂട്ടി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നല്ല നിലയിൽ തന്നെയുള്ള ഫാക്കൽറ്റി ഞങ്ങൾ കൊണ്ടുവരും. ആ ഫാക്കൽറ്റി വെച്ചുകൊണ്ട് ക്ലാസ്സുകൾ ഞങ്ങൾ എടുക്കും. അതിലൊരു കോംപ്രമൈസ് നമ്മൾ ചെയ്യുന്നതല്ല. കാരണം കുട്ടികളോടും രക്ഷിതാക്കളോടും പറഞ്ഞ വാക്കാണത്. ആ വാക്ക് ഞങ്ങൾ 100% തന്നെ പാലിക്കും. അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ, ഇത് തന്നെയാണ് എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പർ ഉണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ അത് ഉണ്ട്. ആ ഗ്രൂപ്പിൽ വെച്ച് നിങ്ങൾക്കത് കാണാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ ഒരു കുട്ടിയും മടിക്കേണ്ടതായിട്ടില്ല. ഇതുകൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. അതുകൊണ്ട് മുഴുവൻ കുട്ടികളും എല്ലാ ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അഥവാ ഒരു ക്ലാസ് വിട്ടുപോയാൽ നിങ്ങൾ ആ ലിങ്കിന് നിങ്ങൾ ഈ അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉടൻ മെസ്സേജ് അയക്കണം. നിങ്ങൾക്ക് അയച്ചു തരികയും ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മുഴുവൻ കുട്ടികൾക്കും എൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഫാക്കൽറ്റി ക്ലാസ് എടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്നതായിരിക്കും. Hello. Shabna ma'am, we can start please. Okay. Hello. എൻ്റെ പേര് ഷബ്ന. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് എടുക്കാൻ പോകുന്നത്. ഇപ്പം കറണ്ട് അഫയേഴ്സ് എടുക്കുമ്പോൾ എങ്ങനത്തെ ഏത് ടൈപ്പ് കറണ്ട് അഫയേഴ്സ് ആണ് നമുക്ക് UPSCക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു പോകും. എങ്ങനെയാണ് നിങ്ങൾ ഒരു കറണ്ട് അഫയർ വായിക്കേണ്ടത്, ഇയേഴ്സ് പഠിക്കണോ അല്ലെങ്കിൽ നമ്പർ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണോ എന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയും നമ്മളുടെ UPSC റിലേറ്റ് ചെയ്തിട്ട്. ഓക്കെ, ദെൻ എല്ലാവരും നോട്ട്ബുക്സ് കയ്യിൽ വെക്കുക, പറയുന്ന പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് പോവുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹാൻഡ്സ് റൈസ് ചെയ്യുക, ഞാൻ അൺമ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എല്ലാവർക്കും സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാണാം. സോ നമ്മളിന്ന് ബേസിക്കലി നോക്കാൻ പോകുന്നത് ഈ ഇത്രയും ടോപ്പിക്സ് ആണ്. ജസ്റ്റ് ഞാൻ ടോപ്പിക്സ് ഒന്ന് വായിക്കാം. First one, Kushinagar International Airport. Kushinagar International Airport. Then Amur Falcons, Eastern Portal. Then International Day for Eradication of Poverty. Then Global Food Security Index 2021. Abhyas High Speed Expendable Aerial Target. Okay, so three topics are cover ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. Kushinagar International Airport. Okay. So, നമ്മള് കുഷിനഗർ ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തുകൊണ്ടാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? കാരണം റീസെന്റ് ആയിട്ട് ഇനോഗ്രേറ്റ് ചെയ്ത
ഒരു ഇന്റർനാഷണൽ എയർപോർട്ടാണ് കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ, സോ എന്തൊക്കെ ഡീറ്റെയിൽസ് അറിയണം? ഫസ്റ്റ് വൺ, അതായത് ഈ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. സോ ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് എൻട്രന്റ്. ഓക്കെ, ഞാൻ വൈറ്റ് ബോർഡ് ഷെയർ ചെയ്യാം, ഞാൻ അതിൽ പോയിന്റ്സ് എഴുതാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഞാൻ കാണിക്കാം. സോ ഞാനിപ്പോൾ നോട്ട്സ് ആയിട്ട് വൈറ്റ് ബോർഡിൽ എഴുതുന്നുണ്ട്. അപ്പം ആ നോട്ട്സ് എൻ്റെ കൂടെ തന്നെ എഴുതി പോവുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഹാൻഡ്സ് റൈസ് ചെയ്യുക, ഞാൻ ഡൗട്ട്സ് ക്ലിയർ ചെയ്യും. ഓക്കെ, ഞാൻ പറയുന്ന നോട്ട്സ് നിങ്ങൾ എഴുതി പോയാൽ മതി. ഓക്കെ, സോ കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഉത്തർപ്രദേശിലാണ് കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നായിരുന്നു ഇതിന്റെ ഇനോഗ്രേഷൻ നടന്നിരുന്നത്? ഒക്ടോബർ 20-ാം തീയതി ആയിരുന്നു. ഒക്ടോബർ 20-ാം തീയതി പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇനോഗ്രേറ്റ് ചെയ്തു. ഓക്കെ, സോ അതോടുകൂടി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇന്റർനാഷണൽ എയർപോർട്ട് എന്നുള്ള ഒരു പദവിയിലേക്ക് വന്നിരിക്കുന്നതാണ് കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പൊ എന്താണ് ഈ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, ബുദ്ധിസം ഫോളോ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ബുദ്ധിസം റിലീജിയൻ ഫോളോ ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കുശിനഗർ. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് കുശിനഗർ. അതെന്തുകൊണ്ടാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതായത് കുശിനഗർ നിങ്ങൾ മിഡീവിയൽ ഇന്ത്യയിലാണ്, ഏൻഷ്യൻ ഇന്ത്യയിലാണ് നിങ്ങൾ ബുദ്ധിസം പഠിക്കുക. ഓക്കെ, അപ്പൊ ബുദ്ധിസം പഠിക്കുമ്പോൾ ബുദ്ധിസത്തില് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അതായത് ബുദ്ധ ജനിച്ച സ്ഥലം, ബുദ്ധയ്ക്ക് സാൽവേഷൻ നടന്ന സ്ഥലം, ഓക്കെ, എൻലൈറ്റ്മെന്റ് കിട്ടിയ സ്ഥലം, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ് കുശിനഗർ. ഓക്കെ, സോ എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കുശിനഗർ നമ്മൾ ഇന്റർനാഷണൽ എയർപോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എയർപോർട്ട് അവിടെ ഒരെണ്ണം ഇന്ത്യൻ ഗവൺമെന്റ് പണിയാണെങ്കിൽ എന്താ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ, നമ്മൾക്ക് മാക്സിമം ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ടൂറിസ്റ്റുകളെ കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് തിങ് അല്ലെ. നമ്മൾ ഒരുപാട് ടൂറിസ്റ്റ് വരാണെങ്കിൽ അത് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാക്കും. എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെ, ആ റീജിയൻ ഡെവലപ്പ് ആവും അല്ലെ. അതുകൂടാതെ അവിടെ പുതിയ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഓക്കെ, സോ അതൊക്കെ വരാം. അതിന് മുമ്പ് 2-3 കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം.
ഓക്കെ, ഇനോഗ്രേഷൻ ഡേറ്റ്. നമ്മൾ UPSC നോർമലി ഡേറ്റ് ഒന്നും അങ്ങനെ ചോദിക്കില്ല, എന്നാണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്യപ്പെട്ടത്, അങ്ങനെയൊന്നും ഡേറ്റ് ചോദിക്കില്ല. പക്ഷെ ഒരു നോട്ട് എന്ന രീതിയിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒക്ടോബർ 2021 എന്താവുന്നത്, ഈ കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് ഉത്തർപ്രദേശില് ഇനോഗ്രേറ്റഡ് ആവുന്നത്. ഒക്ടോബർ 2021. ഒക്ടോബർ 2021 2021 നമ്മുടെ കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇനോഗ്രേറ്റഡ് ആവുന്നത്. പ്രൈം മിനിസ്റ്റർ ആണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ UPSC റിലേറ്റ് ചെയ്ത് ആരാണ് ഇനോഗ്രേറ്റ് ചെയ്തത്, എന്നാണ് ഇനോഗ്രേറ്റ് ചെയ്തത്, അങ്ങനത്തെ ഡേറ്റ്സ് ഒന്നും ഇമ്പോർട്ടന്റ് അല്ല. എസ്പെഷ്യലി നമ്മുടെ സിവിൽ സർവീസ് പ്രിലിമിനറി എക്സാമിനേഷന് അങ്ങനെ ഡേറ്റ്സ് എന്നാണ് ഇനോഗ്രേറ്റ് ചെയ്തത് അതൊന്നും ചോദിക്കില്ല. ഡേറ്റ്സ് ആകെ നമ്മൾ അറിയേണ്ടത്, നമ്മൾ മോഡേൺ ഇന്ത്യ, അതായത് ഹിസ്റ്ററി പഠിക്കുമ്പോൾ മോഡേൺ ഇന്ത്യയുടെ ഡേറ്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നോർമലി എന്നാണ് ഇനോഗ്രേറ്റ് ചെയ്തത് ആ കാര്യങ്ങളൊന്നും ചോദിക്കാറേ ഇല്ല. ബട്ട് നമ്മൾ നോട്ട്സ് എഴുതുമ്പോൾ അത് നല്ല രീതിക്ക് എഴുതി പോവുക. ഒക്ടോബർ 20 ഇനോഗ്രേറ്റഡ് ആവുന്നത്. പ്രൈം മിനിസ്റ്റർ ആണ് ഇനോഗ്രേറ്റ് ചെയ്തത്. ഓക്കെ, അതോടുകൂടി ഉത്തർപ്രദേശിലെ 9th ഫങ്ഷണൽ എയർപോർട്ട് ആയി മാറി ആര്, കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്. ഉത്തർപ്രദേശിലെ 9th ഫങ്ഷണൽ എയർപോർട്ട്. ഇതൊക്കെ ചോദിക്കാം. ലൈക്ക് ദേ വിൽ ഗിവ്, അതായത് അവർ 2 സെന്റൻസ് ഒക്കെ തരും. നിങ്ങൾ UPSC ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ഞാൻ കാണിച്ചു തരാം. അതായത് അവർ 2 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തരും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് ഈസ് ദ 9th ഫങ്ഷണൽ എയർപോർട്ട് ഓഫ് ഉത്തർപ്രദേശ്. ദെൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തരും. ഇങ്ങനെ 2 സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് വിച്ച് ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ചാൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്. ഉത്തർപ്രദേശിലെ 9th ഫങ്ഷണൽ എയർപോർട്ട് ആണ് കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ UPSC നോക്കുമ്പോൾ നമ്മൾ മെയിൻലി ഫാക്ട്സ് അല്ല ചോദിക്കുക. അതായത് വൺ വേർഡ് മെയിൻ, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലല്ലോ. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ പറ്റും, അതായത് ഫാക്ട്സ് ആയിരിക്കില്ല. അതായത് ഒരു സിംഗിൾ വേർഡ് ആൻസറിനേക്കാളും കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആളുടെ നോളേജ് ടെസ്റ്റ് ചെയ്യാനായിട്ട്, അതായത് ആ ഒരു കണ്ടന്റ് ആൾക്ക് ക്ലിയർ ആണോ, ഓക്കെ, അത് അറിയാനായിരിക്കും. അതല്ലാതെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഫാക്ട്സ്, ഡേറ്റ് കാര്യങ്ങൾ മാത്രമല്ല UPSC ചോദിക്കുക. അവർക്ക് അറിയേണ്ടത് നമ്മൾക്ക് അതിന്റെ കണ്ടന്റ് അറിയും. ഓക്കെ, ആ ടോപ്പിക് നന്നായിട്ട് അറിയൂ എന്നാണ് വേണ്ടത്. ഓക്കെ, സോ ഉത്തർപ്രദേശിലെ 9th ഫങ്ഷണൽ എയർപോർട്ട് ആണ് കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ, അപ്പം ഒരു കാര്യം നോക്ക്, ഉത്തർപ്രദേശില് നമ്മൾ 2014 വരെ നോക്കുകയാണെങ്കിൽ, അതായത് നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 1947 മുതൽ 2014 വരെ നോക്കുകയാണെങ്കിൽ ആകെ 2 ഫങ്ഷണൽ എയർപോർട്ട്സേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നോക്കുക, ബാക്കി അതായത് 2015 തുടങ്ങി നമ്മളുടെ ഇപ്പൊ 2021 വരെ ആയപ്പോഴേക്കും 9 ഫങ്ഷണൽ എയർപോർട്ട്സ് ആയി. ഓക്കെ, സോ അത് ആ ഒരു റീജിയന്റെ ഡെവലപ്മെന്റ് ആണ് കാണിക്കുന്നത്. ഓക്കെ, സോ 1947 to 2014 വരെ നോക്കുകയാണെങ്കിൽ there were only two airports, functional airports in Uttarpradesh. ഓക്കെ, അത് ഏതൊക്കെയായിരുന്നു കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്തിനു വേണ്ടിയാണെന്നറിയോ, അതായത് അവർ ചോദിക്കാനൊന്നും പോകുന്നില്ല. അതായത് ഇത് 2014 വരെ ഉണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് എയർപോർട്ട്സ് അങ്ങനെയൊന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് ആ പ്ലേസസ്, നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന പ്ലേസ് ഏത് സ്റ്റേറ്റിലാണെന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ലക്നൌവും വാരണാസി ഈ 2 എയർപോർട്ട്സ് ആണ് 2014 വരെ ഫങ്ഷണൽ ആയിട്ട് എവിടെ ഉണ്ടായിരുന്നത്, ഉത്തർപ്രദേശിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിന് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന പിള്ളേരല്ലേ, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ലക്നൗ, അതായത് കുറച്ച് സോഷ്യലിലൊന്നും അങ്ങനെ താല്പര്യമില്ലാത്ത പിള്ളേർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് സോഷ്യൽ സ്റ്റഡീസ് കുറച്ച് ടഫായിട്ടുള്ള, അപ്പം അവർക്ക് ഇങ്ങനെ സ്റ്റേറ്റ്സിൽ ഉള്ള പ്ലേസസ് അങ്ങനെയൊന്നും പെട്ടെന്ന് എല്ലാവരും ഒറ്റയടിക്ക് ലിസ്റ്റ് ആയിട്ട് ഒന്നും പഠിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇതാണ്ടാവും. ഇപ്പൊ ലക്നൗ, ഇപ്പൊ ഉത്തർപ്രദേശ് നമുക്ക് തലയിൽ നിൽക്കും. കുശിനഗർ ഉത്തർപ്രദേശില, ലക്നൗ ഉത്തർപ്രദേശില, വാരണാസി ഉത്തർപ്രദേശില. ഓക്കെ, അപ്പൊ ഈ ലക്നൌവും വാരണാസി ആയിരുന്നു അതിനു മുമ്പ്, അതായത് 2014 മുമ്പ് ഉണ്ടായിരുന്ന 2 എയർപോർട്ട്സ്, ഫങ്ഷണൽ എയർപോർട്ട്സ് ഇൻ ഉത്തർപ്രദേശ്. ഓക്കെ, സോ അതൊന്ന് നോട്ട് ചെയ്തേക്കാം. എന്തിനു വേണ്ടിയാ, നിങ്ങൾക്ക് ആ സ്ഥലം ഒന്ന് മനസ്സിലാവാൻ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ലക്നൗ കേൾക്കുമ്പോൾ അത് ഉത്തർപ്രദേശിലാണ്, കുശിനഗർ കേൾക്കുമ്പോൾ അത് ഉത്തർപ്രദേശിലാണ്, വാരണാസി കേൾക്കുമ്പോൾ ഉത്തർപ്രദേശിലാണ്. അറിയാവുന്നവരുണ്ടാവും, പക്ഷെ എനിക്ക് ബിഗിൻ ചെയ്യണവര്
അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു. ഓക്കെ, ദെൻ ഇനി നമ്മൾ പറഞ്ഞ കാര്യം നിങ്ങൾ ഇതൊക്കെ നോട്ട് ചെയ്ത് പോണേ. ദെൻ എന്താണ് ഈ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ഇമ്പോർട്ടൻസ്? ഇതൊരു ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സൈറ്റ് ആണ്. കുശിനഗർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സൈറ്റ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സൈറ്റ്. ഓക്കെ, ഇങ്ങനെ എഴുതുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്തെങ്കിലും എന്നോട് കൺവേ ചെയ്യാനുണ്ടെങ്കിൽ, അതായത് ക്ലിയർ അല്ല, ഞാൻ എഴുതുന്നത് റീഡ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും നിങ്ങൾക്ക് ചാറ്റിലും പറയാം കേട്ടോ. ഓക്കെ, ഞാൻ അതനുസരിച്ച് കറക്റ്റ് ചെയ്തോ. സോ ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സൈറ്റ്, ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സൈറ്റ്. ഓക്കെ, സോ നമുക്ക് അതുകൊണ്ട് ഇന്ത്യക്ക് എന്തുകൊണ്ട് ഉണ്ടാവുന്ന ഗുണം എന്താണ്? ഇറ്റ് വിൽ ഡെവലപ്പ് അവർ ടൂറിസം സെക്ടർ. നമ്മുടെ ടൂറിസം സെക്ടർ തന്നെ ഡെവലപ്പ് ആവും അല്ലെ? ഇറ്റ് വിൽ ഡെവലപ്പ് tourism sector. It will develop tourism sector of that state, UP. അല്ലേ? അവിടുത്തെ it will develop tourism sector ഓഫ് UP, ഉത്തർപ്രദേശിലെ ടൂറിസം സെക്ടറിന് തന്നെ നല്ലൊരു ബൂസ്റ്റിംഗ് കിട്ടും അല്ലെ? ഒരുപാട് ടൂറിസ്റ്റുകൾ വരാന്നുണ്ടെങ്കിൽ ആ നാടിന് എന്ത് കിട്ടും? ആ നാട്ടിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എക്കണോമിക് ഡെവലപ്മെന്റ് ഇതൊക്കെ നടക്കും. ഓക്കെ, അതാണ് അവര്, അതായത് ഗവൺമെന്റ് ഈ കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെവലപ്മെന്റ്. ഓക്കെ, ദെൻ ഇത് എവിടെ നിന്നാണ് മെയിൻ ആയിട്ട് ഇവിടെ ടൂറിസ്റ്റുകൾ വരാ? ഈ ബുദ്ധിസം ഫോളോ ചെയ്യുന്നവരൊക്കെ മെയിൻലി ഏത് റീജിയനിലാണ്, വേൾഡിന്റെ ഏത് റീജിയനിലാണ് വരാ? അവര് മെയിൻലി കാണാൻ നമുക്ക് സൗത്ത് ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഏഷ്യ, സൗത്ത് ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ്. അവിടെയാണ് കൂടുതലായിട്ടും ബുദ്ധിസം സ്പ്രെഡ് ആയിട്ടുള്ളത്. അതായത് സൗത്ത് ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഏഷ്യൻ. ഞാൻ നിങ്ങൾക്ക് മാപ്പ് കാണിച്ചു തരാം. ഓക്കെ, ഒരു മാപ്പ് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. മാപ്പ് കണ്ടോ? ഇത് നോക്കി, ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ബുദ്ധിസം സ്പ്രെഡ് ആയിട്ടുള്ള റീജിയൻസ് ആണ്. കണ്ടോ? ഇത് ഏഷ്യ അല്ലെ? ഇന്ത്യ ഇരിക്കുന്നത് ഏഷ്യ അല്ലേ? ഏഷ്യൻ കോണ്ടിനെന്റിലാണുള്ളത്. അപ്പൊ ഇതിൽ നോക്കി, ബുദ്ധിസം സ്പ്രെഡ് ചെയ്തിരിക്കുന്ന റീജിയൻസ് കണ്ടോ? സൗത്ത് ഈസ്റ്റ് അല്ലെ? ഇത് സൗത്ത് ഈസ്റ്റ്, ഈസ്റ്റേൺ സൈഡ് ഇതല്ലേ സൗത്ത് ഈസ്റ്റ് റീജിയൻസ് ആണിത്. ഇത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻസ് കണ്ടോ? ഈസ്റ്റ് ഏഷ്യൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ. ഓക്കെ, അപ്പം ഈ രണ്ട് റീജിയൻസിലാണ് മെയിൻലി ബുദ്ധിസം സ്പ്രെഡ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള കംപ്ലീറ്റ് ആൾക്കാർക്കും എന്തിനു വരാൻ പറ്റും? നമ്മളുടെ നാട്ടില് ഈ ഇന്റർനാഷണൽ എയർപോർട്ട് വഴി അവർക്ക് ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സൈറ്റ് ആയ കുശിനഗർ കാണാൻ വരാൻ പറ്റും. അതോടുകൂടി എന്ത് സംഭവിക്കും? നമ്മൾക്ക് മാക്സിമം ടൂറിസ്റ്റുകളെ അവിടെ ലഭിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഏതൊക്കെ റീജിയൻസിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ഈസ്റ്റ് ഏഷ്യ. ഓക്കെ, ദെൻ പ്രത്യേകമായിട്ട് ഈ ഇനോഗ്രൽ ഫംഗ്ഷന് ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നത് ശ്രീലങ്കയിലുള്ള കുറച്ച് ലീഡേഴ്സ്. ഓക്കെ, അപ്പം ആരൊക്കെയാണെന്നൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് UPSC റിലേറ്റ് ചെയ്ത് അങ്ങനെ അതായത് ഇന്നയാള് വന്നു അതൊന്നും ആവശ്യമില്ല. പക്ഷെ ഇവര് മുന്നിൽ കാണുന്ന ഒരു കാര്യമുണ്ട് ഇതിൽ, അതായത് ദിസ് എയർപോർട്ട് വിൽ ഇംപ്രൂവ് ദി ഇന്ത്യ-ശ്രീലങ്കൻ റിലേഷൻസ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള റിലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ.
അല്ലെങ്കിൽ റിലേഷൻ ഒന്നും കൂടി ബലപ്പെടുത്താൻ എന്ത് ഹെൽപ്പ് ചെയ്യും? ഈ ഇന്റർനാഷണൽ എയർപോർട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, സോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്നോ ഒന്ന് ജസ്റ്റ് സമ്മറൈസ് ചെയ്യാം, എന്നിട്ട് ബാക്കി നോക്കാം. ഓക്കെ, സോ നമ്മൾ ആദ്യം പറഞ്ഞത് കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ് ഇനോഗ്രേറ്റഡ് ആയത്? ഉത്തർപ്രദേശിൽ. ഓക്കെ, ഉത്തർപ്രദേശിലുള്ള 2 സ്ഥലങ്ങളുടെ പേരോട് പഠിച്ചില്ലേ? ഏതൊക്കെയാ? ലക്നൗ, വാരണാസി. ഓക്കെ, അവിടെ 2 എയർപോർട്ട്സ് ഉണ്ട് അല്ലെ? ഇത് എത്രാമത്തെ ഫങ്ഷണൽ എയർപോർട്ടാണ്? 9th ഫങ്ഷണൽ എയർപോർട്ടാണ് നമ്മുടെ കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ, എന്താണ് ഈ കുശിനഗർ എന്ന് പറഞ്ഞ പ്ലേസിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ ഇതൊരു ബിഗസ്റ്റ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് പിൽഗ്രിമേജ് സൈറ്റ് ആണ്. ബുദ്ധിസം പിൽഗ്രിമേജ് സൈറ്റ് ആണ് ഈ കുശിനഗർ. ഓക്കെ, ദെൻ ഏതൊക്കെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ ഇതില് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇവിടെ മെയിൻലി ഇവിടെ നിന്നുള്ള ടൂറിസ്റ്റുകളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? സൗത്ത് ഈസ്റ്റ് ഏഷ്യയും ഈസ്റ്റ് ഏഷ്യയും, ഈ 2 റീജിയൻസിൽ നിന്നുള്ള ബുദ്ധിസം ഫോളോവേഴ്സിനെയാണ് നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നത്. ദെൻ ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് ദി ഇന്ത്യ-ശ്രീലങ്ക റിലേഷൻസ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഞാൻ പറഞ്ഞിരുന്നു എന്താണ് നമ്മുടെ കുശിനഗറിന്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതി പോവാമോ? ബുക്കിലൊന്ന് നോട്ട് ചെയ്തോ. ബുദ്ധിസമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് സൈറ്റ്സും. അപ്പൊ നിങ്ങൾക്ക് ഈ കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഏഷ്യൻ ഇന്ത്യയിലെ ഒരു ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ കിട്ടും. ഓക്കെ, ഒന്ന് എഴുതിക്കോ. ബുദ്ധിസം ഇമ്പോർട്ടൻറ്റ് സൈറ്റ്സ് ഇങ്ങനെ എഴുതിയാൽ മതി. ബുദ്ധ പാത്ത് എന്ന് എഴുതിയാൽ മതി. ബുദ്ധ പാത്ത്, അതായത് ബുദ്ധ എന്ന് വെച്ചാൽ ബുദ്ധ ജനിച്ചത് എവിടെയെന്ന് നമ്മൾ എഴുതും. ബുദ്ധയ്ക്ക് എൻലൈറ്റ്മെന്റ് കിട്ടിയത് എവിടെയെന്നാണ് എഴുതും. അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ബുദ്ധയുടെ ലൈഫ് റിലേറ്റ് ചെയ്ത കുറച്ച് സ്ഥലങ്ങൾ ഒന്ന് നോട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഈ ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിസത്തിനെ കുറിച്ചുള്ള കുറച്ചൊരു നോട്ട്സ് കിട്ടും. ഓക്കെ, അപ്പൊ ബുദ്ധ ജനിച്ചത് ലുംബിനി. ഇത് ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് കേട്ടോ. UPSC-യിൽ എപ്പോഴും അവർ ബുദ്ധിസം, ജൈനിസം ഈ 2 ടോപ്പിക്കിനെ കുറിച്ച് ഏൻഷ്യൻ ഇന്ത്യയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ലുംബിനി എവിടെയാണ്? നേപ്പാൾ. ലുംബിനി, നേപ്പാൾ. ബുദ്ധ വാസ് ബോൺ ഹിയർ. ഇവിടെയാണ് ബുദ്ധ ജനിച്ചത്. ബുദ്ധ വാസ് ബോൺ ഹിയർ. ലുംബിനി, നേപ്പാൾ. ഓക്കെ, എല്ലാ സൈറ്റ്സ് ഒന്നും ഞാൻ പറയുന്നില്ല, ഒരു 4 സൈറ്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ഓക്കെ, ദെൻ ബോധ്ഗയ എവിടെയാണ്? ബീഹാറിലാണ് ബോധ്ഗയ. അവിടെയാണ് ബുദ്ധക്ക് എൻലൈറ്റ്മെന്റ് കിട്ടിയത്. എൻലൈറ്റ്മെന്റ് എന്ന് വെച്ചാൽ എന്താ പറയാ? ബുദ്ധ ബോധി ട്രീയുടെ അണ്ടറിൽ ഇരുന്ന് പറയുകയാണെങ്കിൽ തപസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഒരാള് എൻലൈറ്റ്മെന്റിന് വേണ്ടി തപസ് ചെയ്യില്ലേ? അതായത് ഇങ്ങനെ ഇരുന്ന് ബുദ്ധയ്ക്ക് ബോധോദയം, ലൈക്ക് ഒരു എൻലൈറ്റ്മെന്റ്, ബുദ്ധിസത്തിന്റെ ആ എസെൻസ് കിട്ടിയത് എവിടെ വെച്ചിട്ടാണ്? ബോധ്ഗയയിൽ വെച്ചിട്ടാണ്. അത് ബീഹാർ. സോ അതൊരു ഇമ്പോർട്ടന്റ് ബുദ്ധിസ്റ്റ് സൈറ്റ് ആണ്. ഓക്കെ, ബുദ്ധ പോയ സ്ഥലങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് പിൽഗ്രിമേജ് സൈറ്റ്സ് ആണ് ബുദ്ധിസത്തിന്റെ. ദെൻ സാർനാഥ് പില്ലർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? സാർനാഥ് പില്ലർ. ഓക്കെ, സാർനാഥ് ഉള്ളത് വാരണാസി നമുക്കറിയാം എവിടെയാണ്? UP അല്ലെ? സാർനാഥിലാണ് ഫസ്റ്റ് സെർമൺ എന്ന് വെച്ചാൽ എന്താ? ഫസ്റ്റ് പ്രീച്ചിങ്. അതായത് ബുദ്ധ ആദ്യമായിട്ട് ആ ബുദ്ധയുടെ മതം പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട്, ബുദ്ധിസം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഫസ്റ്റ് സ്പീച്ച് നടത്തിയതാ എവിടെ? അല്ലെങ്കിൽ ഫസ്റ്റ് ടീച്ചിങ് ഫസ്റ്റ് പ്രീച്ചിങ് എന്നൊക്കെ നമ്മൾ പറയും. അത് നടത്തിയതാണ് സാർനാഥ്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ബുദ്ധിസ്റ്റ് സൈറ്റ് ആണ്. ദെൻ ഞാൻ ഒരു സൈറ്റ് കൂടി പറയാം, നമ്മുടെ കുശിനഗറിൽ എന്താണ്? അതും ഉള്ളത് UP-യിൽ അല്ലെ? ഗോരഖ്പൂർ UP. ഗോരഖ്പൂർ എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കുറെ ബ്രെയിൻ എൻസെഫലൈറ്റിസ് എന്ന് പറഞ്ഞ അസുഖം വന്നിട്ട് ഒരുപാട് കുട്ടികളൊക്കെ മരിച്ചു. നമ്മൾ കറണ്ട് അഫയറൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ മുമ്പത്തെ കൊല്ലമായിരുന്നു. ഓക്കെ, ഗോരഖ്പൂർ നിങ്ങൾ ഒരുപാട് വട്ടം പേപ്പറിൽ കണ്ടിട്ടുണ്ടോ? കുശിനഗർ UP നമ്മൾ അറിയേണ്ട, കുശിനഗർ UP. ഓക്കെ, സോ ബുദ്ധ ഡൈഡ് ഹിയർ. അതാണ് ഇവിടെ ബുദ്ധ ഡൈഡ് ഹിയർ.
അണ്ടർസ്റ്റുഡ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇപ്പൊ ബേസിക്കലി അറിയേണ്ട 4 ഇമ്പോർട്ടന്റ് പ്ലേസസ് റിലേറ്റഡ് ടു ബുദ്ധിസം. ഓക്കെ, ഇനിയുണ്ട്, അതൊക്കെ നിങ്ങൾ ബുദ്ധിസം പഠിക്കുമ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഈ ടോപ്പിക് ഒന്ന് ഇത്തിരി കൂടി അറിയാനായിട്ടും ഈ ടോപ്പിക് നല്ലോണം മനസ്സിൽ കയറാനായിട്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, ദെൻ ഞാൻ ഒരു മാപ്പും കൂടി ഒരു മാപ്പ് ഇതിൽ കാണിക്കാം. എക്സ്ക്യൂസ് മീ, എന്തെങ്കിലും ഡൗട്ട്സ് ചോദിച്ചായിരുന്നു? ഗോരഖ്പൂർ എന്തിനാ പറഞ്ഞ എവിടെയാണത്? കുശിനഗറിലാ? ഗോരഖ്പൂർ UP, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ് കുശിനഗർ ഉള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇത് നോക്കി, ഇതുണ്ടോ നമ്മളുടെ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള, ഇന്ത്യൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ബുദ്ധിസ്റ്റ് സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? ബുദ്ധിസത്തിന്റെ ഞാൻ ഇപ്പൊ പറഞ്ഞ ഇമ്പോർട്ടന്റ് പ്ലേസസ് ഇല്ലേ, ആ പ്ലേസസിന്റെ ഒക്കെ ഒരു കണക്ഷനാണ് ബുദ്ധിസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഞാൻ ഇതിലേക്കൊക്കെ ഡീപ്പായിട്ട് പോകുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ ടോപ്പിക്കും ഒരുമിച്ച് പറയാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഒരു ബുദ്ധിസ്റ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞ സൈഡിൽ നോട്ട് ചെയ്ത് വെച്ചോ. ബുദ്ധിസ്റ്റ് സർക്യൂട്ട് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കണക്ഷൻ ഓഫ് ഓൾ ദി important Buddhist. It is a connection of all the important Buddhist pilgrimage sites. Connection of all the important Buddhist pilgrimage sites. അതാണ് ബുദ്ധിസ്റ്റ് സർക്യൂട്ട്. ഓക്കെ, അതിന്റെ ഒരു ചെറിയ പിക്ചറാണ് ഞാൻ കാണിച്ചതാണ്. ബുദ്ധിസ്റ്റ് സർക്യൂട്ട് അത് ഇന്ത്യൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ് ബുദ്ധിസ്റ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞത്. അതായത് ബുദ്ധിസം റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് പ്ലേസസ് ഒക്കെ തമ്മിലുള്ള ഒരു കണക്ഷൻ. അതൊക്കെ വന്നിരിക്കുന്നത് കണ്ടോ, ലുംബിനി, നേപ്പാൾ. അത് ഔട്ട് ഓഫ് ദി കൺട്രി, പക്ഷെ അത് ഇമ്പോർട്ടന്റ് ബുദ്ധിസ്റ്റ് സൈറ്റ് ആയതുകൊണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ബീഹാർ അല്ലെ, ബീഹാറിലെ ബോധ്ഗയ. ദെൻ രാജ്ഗീർ ഒരു ഇമ്പോർട്ടന്റ് സൈറ്റ് ആണ്. ഇപ്പൊ നമ്മൾ എല്ലാം കൂടി പഠിക്കണ്ട, എല്ലാം കൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ കിട്ടില്ല. ഞാൻ പറഞ്ഞ 4 സൈറ്റ്സ് മാത്രം പഠിച്ചാൽ മതി. ബോധ്ഗയ, ദെൻ കുശിനഗർ അല്ലെ, കുശിനഗർ. പിന്നെ ഇവിടെ തന്നെ നമ്മള് ഉത്തർപ്രദേശിൽ തന്നെ വാരണാസിയിൽ നമ്മള് എന്ത് കണ്ടായിരുന്നു, സാരനാഥോട് കണ്ടായിരുന്നു. അപ്പം അതൊന്ന് കാണാനായിട്ട് ഞാൻ ജസ്റ്റ് മാപ്പ് കാണിച്ചതാണ്. ഓക്കെ, സോ കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ടിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ. എന്തൊക്കെ പഠിച്ചു ജസ്റ്റ്, എന്നിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. സോ കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് UP. ദെൻ അവിടെയുള്ള 2 പ്ലേസും കൂടി നമ്മൾ പഠിച്ചു, ലക്നൗ, വാരണാസി. ദെൻ എന്താണ് ഈ നമ്മളുടെ കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇൻക്രീസസ് കണക്ടിവിറ്റി ഓഫ് പീപ്പിൾ ഫ്രം സൗത്ത് ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് അല്ലെ. സൗത്ത് ഈസ്റ്റും ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തും അല്ലെ. ദെൻ ദിസ് കുശിനഗർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ബുദ്ധിസ്റ്റ് പിൽഗ്രിമേജ് സൈറ്റ്. ദെൻ ഒരു കാര്യം കൂടി നോട്ട് ചെയ്തോ, ഇത് ദി എയർപോർട്ട് വിൽ കണക്ട്. ഇതിങ്ങനെ തന്നെ എഴുതി വെക്കും. ദി എയർപോർട്ട് വിൽ കണക്ട് ശ്രീലങ്ക, നേപ്പാൾ, ജപ്പാൻ, കൊറിയ, തായ്ലൻഡ്, സിംഗപ്പൂർ, Laos, and many other Southeast Asian countries to India. Okay, മെയിൻലി ഇത്രയും കൺട്രീസിനെ, അതുകൂടാതെ അതർ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിനെ ഇന്ത്യയിലേക്ക് കണക്ട് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കുന്ന ഒരു എയർപോർട്ടാണ് നമ്മളുടെ കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്. ഓക്കെ, സോ ഹോപ്പ് എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എനി ഡൗട്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Anybody?
ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ടോപ്പിക് മാം ആ പേജ് ഒന്നും കൂടി കാണിച്ചു തരോ? ഏതാണ് നമ്മളുടെ മാപ്പാണോ? അതെ മാം. ഓക്കെ, ഷോ ദാറ്റ്. ഇല്ല, നമ്മൾ പ്ലേസസ് മാത്രം നോട്ട് ചെയ്താൽ മതി. നിങ്ങളുടെ നമ്മുടെ ബുദ്ധിസത്തിനെ കുറിച്ച് ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഇതിൽ പഠിക്കും. നമ്മൾ ഏൻഷ്യൻ ഇന്ത്യയിൽ ക്ലിയർ ആയിട്ട് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ട് പഠിക്കുന്നതാണ് ബുദ്ധിസം, ജൈനിസം. മാം ലാസ്റ്റ് ആയിട്ട് എഴുതിയ ടോപ്പിക് ഒന്നും കൂടി പറഞ്ഞു തരുമോ? സെന്റൻസ് ലാസ്റ്റ് ആയിട്ട്. ഓക്കെ ഓക്കെ, പറയാം. ഇറ്റ് വിൽ കണക്ട് എന്നുള്ള സെന്റൻസ് അല്ലേ? The airport will connect. The airport will connect. The airport will connect Sri Lanka, Nepal, Japan, Korea, Thailand. ഞാൻ ഇവിടെ സൈഡിൽ എഴുതുന്നുണ്ട്. Thailand, Singapore, Laos, and many other Southeast Asian countries. Many other Southeast Asian countries to India. Many other Southeast Asian countries to India. Yes, please ask. സാർണർ എവിടെയാണ്? Come again, clear ആയില്ല. സാർണർ ഇല്ലേ ഫസ്റ്റ് സ്പീച്ച് അടുത്തത്? സാർനാഥ് ഈസ് ഇൻ UP, ഉത്തർപ്രദേശിൽ തന്നെ. വാരണാസി ഇല്ലേ, നമ്മൾ വാരണാസി പറഞ്ഞില്ലേ, വാരണാസിയിലാണ് സാർനാഥ് ഉള്ളത്. ഉത്തർപ്രദേശിൽ തന്നെയാണ് വരുന്നത്. ഇതിൽ മാപ്പിൽ കാണിച്ചിട്ടില്ല, പക്ഷെ ഉത്തർപ്രദേശിലാണ് സാർനാഥ് ഉള്ളത്. ഉണ്ടല്ലോ, അതെ സാർനാഥ്, ഇസ് ദേർ, കണ്ടോ? SAR, സാർനാഥ് ഉത്തർപ്രദേശിൽ തന്നെയാണുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് അമൂർ ഫാൽക്കൺസ്. ഓക്കെ, സോ എന്തായിരുന്നു അത്? പേപ്പറിൽ എന്താണ് നമ്മൾ അതിലെ കറണ്ട് അഫയർ ആയിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ, റീസെന്റ് അമൂർ ഫാൽക്കൺസ് ഹാവ് റീച്ച്ഡ് ടാമെങ്ലോങ് ഡിസ്ട്രിക്ട് ഓഫ് മണിപ്പൂർ. ടാമെങ്ലോങ് ഇങ്ങനത്തെ ഈ NG ഒക്കെ വെച്ച് അവസാനിക്കുന്ന സ്ഥലങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലാണ് വരാം. മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, അവിടെയൊക്കെ മെയിൻലി സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ഈ NG ഒക്കെ വെച്ച് അവസാനിക്കുന്ന സ്ഥലമായിരിക്കും. മെയിൻലി ഐഡന്റിഫൈ എളുപ്പമാണ്. കംലാങ് എന്നൊക്കെ പറഞ്ഞ സൈറ്റ്സ് ആണോ, NG അങ്ങനത്തെ ഒക്കെ പേരൊക്കെ മെയിൻലി വരാ നമ്മളുടെ ഈസ്റ്റേൺ കൺട്രീസ് സ്റ്റേറ്റ്സിലാണ്. നമ്മളുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൽ ഈ മണിപ്പൂർ, അരുണാചൽ പ്രദേശ് ആ ഏരിയയിൽ വരുന്ന സ്ഥലങ്ങൾക്ക് ഈ NG ഉണ്ടാവും പേര്. കംലങ്, ഒറാങ് ഇങ്ങനെയൊക്കെ സ്ഥലം എന്ന് വെച്ചാൽ ഇതെല്ലാം ആ റീജിയനിലാണ്. അപ്പം ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, അമൂർ ഫാൽക്കൺസ് എവിടെ എത്തിയിട്ടുണ്ട്? They have reached Tamenglong district of Manipur. The annual stopover എന്ന് വെച്ചാൽ എന്താ? ഈ ബേർഡിന് എന്താ ഇത്ര ഇമ്പോർട്ടൻസ്? ഓക്കെ, അമൂർ ഫാൽക്കൺസ് എന്ന് വെച്ചാൽ ഞാൻ വൈറ്റ് ബോർഡിൽ ഷെയർ ചെയ്യാം, നോട്ട്സ് ഉണ്ട്. ബേർഡിനെ ഒന്ന് കണ്ടോ, ഇതാണ് അമൂർ ഫാൽക്കൺസ്. Amur falcons is the world's longest traveling
റാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? വേൾഡ്സ് ലോങ്സ്റ്റ് ട്രാവലിംഗ് റാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഈ ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യും അല്ലെ, മൈഗ്രേറ്റ് ചെയ്യും. ചില ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്യുന്നവരുണ്ട്. സീസണലി അവര് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത്, അല്ലെങ്കിൽ ഒരു കൺട്രിയിൽ നിന്ന് വേറെ കൺട്രി, അല്ലെങ്കിൽ ഒരു കോണ്ടിനെന്റിൽ നിന്ന് മെയിൻലി ഒരു കോണ്ടിനെന്റിന് ഒരു റീജിയനിൽ നിന്ന് കോണ്ടിനെന്റിന് വേറെ റീജിയനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ബേർഡ്സ് ഉണ്ട്. ഓക്കെ, മൈഗ്രേറ്ററി സ്പീഷീസ് എന്ന് പറയും അവരൊക്കെ. മൈഗ്രേറ്ററി സ്പീഷീസ് എന്ന് പറയും. മൈഗ്രേറ്ററി എന്ന് വെച്ചാൽ സീസൺ അനുസരിച്ച് ചില സമയത്ത് അവർ താമസിക്കുന്ന സ്ഥലത്തല്ല അവർ ബ്രീഡ് ചെയ്യുക, വേറെ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് ബ്രീഡ് ചെയ്യും. ബ്രീഡിങ്ങിന് വേണ്ടി മാത്രം പോകും. ഓക്കെ, അതേപോലെ ആനിമൽസ് ഉണ്ട് കേട്ടോ അങ്ങനെ തന്നെ. പിന്നെ നമ്മുടെ മെയിൻലി പറയുകയാണെങ്കിൽ ടേർട്ടിൽസ് ഒക്കെ ഉണ്ട് അങ്ങനെ. അതായത് മൈഗ്രേറ്റ് ഒരു സ്പേസിൽ ഒരു സൈറ്റിൽ വന്ന ഒരു മൈഗ്രേഷൻ ബ്രീഡിങ്ങിന്റെ സമയത്ത് ഒരു സൈറ്റിൽ, പിന്നെ അത് കഴിഞ്ഞ് അവർ അവിടെ നിന്ന് പോകും. ഓക്കെ, അപ്പൊ ഈ ബേർഡ്സ് വിന്റർ ആവുമ്പോഴേക്കും അതുള്ള സ്ഥലത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്തത് വേറെ സ്ഥലത്തേക്കൊക്കെ പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇത് ഇപ്പൊ നമ്മളുടെ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട് ഈ ബേർഡ്. ഓക്കെ, അപ്പൊ ഇറ്റ് ഈസ് എ വേൾഡ്സ് ലോങ്സ്റ്റ് ട്രാവലിംഗ് റാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ടാണ് അത് ഇവിടെ എത്തുന്നത്. ഓക്കെ, സോ അത് എത്ര ദൂരം നോക്കി, 22,000 കിലോമീറ്റേഴ്സ്. 22,000 കിലോമീറ്റേഴ്സ് ലോങ് ആണ് അതിന്റെ മൈഗ്രേറ്ററി റൂട്ട്. 22,000 കിലോമീറ്റേഴ്സ് ലോങ് ആണ് അതിന്റെ മൈഗ്രേറ്ററി റൂട്ട്. അത് മൈഗ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ട്രാവൽ ചെയ്യുന്ന ആ റൂട്ട് 22,000 കിലോമീറ്റേഴ്സ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഇസ് എ വേൾഡ്സ് ലോങ്സ്റ്റ് ട്രാവലിംഗ് റാപ്റ്റേഴ്സ്. റാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്താ? റാപ്റ്റേഴ്സ് അതായത് നമ്മുടെ കാർണിവോർസ് എന്നൊക്കെ പറയുന്ന കാറ്റഗറി തന്നെ. അതായത് ബേർഡ്സ് നമ്മൾ റാപ്റ്റേഴ്സ് എന്ന് പറയുന്നുള്ളൂ. അതായത് ഹണ്ട് ചെയ്ത് ഫീഡ് ചെയ്യില്ലേ, അതായത് ഒരു ഓർഗാനിസത്തിനെ ഹണ്ട് ചെയ്ത് കഴിക്കുന്ന ടൈപ്പുള്ള ബേർഡ്സിനെയാണ് നമ്മൾ ഈ റാപ്റ്റേഴ്സ് എന്ന് പറയാം. ഹണ്ട് ചെയ്ത് കഴിക്കുന്ന വേറെ ബേർഡ്സിനെ ഹണ്ട് ചെയ്ത് കഴിക്കില്ലേ, അങ്ങനത്തെ ബേർഡ്സിനെയാണ് നമ്മൾ റാപ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ വേൾഡ്സ് ലോങ്സ്റ്റ് ട്രാവലിംഗ് റാപ്റ്റേഴ്സ് ആണ് ആര്? ഈ അമൂർ ഫാൽക്കൺസ്. ഓക്കെ, സോ അവരുടെ മൈഗ്രേറ്ററി റൂട്ട് എന്ന് പറഞ്ഞാൽ വെരി ലോങ് ആണ്. 22,000 കിലോമീറ്റേഴ്സ് ലോങ് ആണ് അവരുടെ മൈഗ്രേറ്ററി റൂട്ട് എന്ന് വെച്ചാൽ. ഓക്കെ, ഇനി ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ അമൂർ ഫാൽക്കൺസിനെ കുറിച്ച് മാത്രമല്ല കുറച്ച് ഡീറ്റെയിൽസ് കിട്ടാം, വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ നമ്മുടെ UPSC-യിൽ ഇത് എങ്ങനെയാ ചോദിക്കുക? UPSC-ൽ ഈ ബേർഡ്സിന്റെ പേരൊക്കെ ചിലപ്പോൾ അവര് അതായത് ഇതൊക്കെ ഫാക്ച്വൽ ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അതായത് ബേർഡ് വിച്ച് ഇസ് ബേർഡ് ദാറ്റ് റീസെന്റ് അതല്ലെങ്കിൽ വിന്റേഴ്സിൽ നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൽ വിസിറ്റ് ചെയ്യുന്ന ബേർഡ് ഏതാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അവർ ചോദിക്കാറുണ്ട് കേട്ടോ, ഫാക്ച്വൽ ആയിട്ട് തന്നെ, 1 വേർഡ് ആൻസേഴ്സ് ആയിട്ട് തന്നെ. ബാക്കി ഞാൻ പറഞ്ഞില്ലേ, മെയിൻലി ഒരു സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് UPSC-ൽ മെയിൻലി കൂടുതലും കാണാം. പക്ഷെ ഇതൊക്കെ ഇങ്ങനത്തെ സ്പീഷീസിനെ കുറിച്ച് അല്ലെങ്കിൽ ആനിമൽസിനെ കുറിച്ചൊക്കെ ഉള്ള ഇത് അവർ ഇങ്ങനെ ചിലപ്പോൾ അവർ ഇങ്ങനെയൊക്കെ തരും. അതായത് കുറച്ച് ഹിൻസ് തരും. ദിസ് ആനിമൽ സീൻ ഇൻ ദിസ് കൈൻഡ് ഓഫ് റീജിയൻ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സെന്റൻസ് തന്നിട്ട് ഐഡന്റിഫൈ ദ ആനിമൽ അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ ചോദിക്കാറുണ്ട്. സ്ഥിരം അങ്ങനെ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, സോ അങ്ങനെ കുറച്ച് ഹിൻസ് ഒക്കെ തന്നിട്ട് ദിസ് റെപ്രസെന്റ് ഐഡന്റിഫൈ ദ സ്പീഷീസ് റെഫേർഡ് ഇൻ ദീസ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞവർക്ക് ചോദിക്കാം. അപ്പൊ ഈ അമൂർ ഫാൽക്കൺസിനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നിട്ട് വിച്ച് ഈസ് ദാറ്റ് ബേർഡ് എന്ന് പറഞ്ഞ് ചോദിക്കാം. ഓപ്ഷൻസിൽ അവർ അമൂർ ഫാൽക്കൺസ് അങ്ങനെ 2-3 ബേർഡ്സിന്റെ പേര് തന്നെ, എന്നിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ന്യൂസ് പേപ്പേഴ്സിൽ ജസ്റ്റ് ഏതെങ്കിലും സ്പീഷീസിനെ കുറിച്ച് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് നോട്ട്സ് ഉണ്ടാക്കുമ്പോൾ അതും നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് ഞാൻ തരാമെന്ന് പറഞ്ഞു അല്ലെ, അമൂർ ഫാൽക്കൺസിനെ കുറിച്ച്. അമൂർ ഫാൽക്കൺസ്, പിന്നെ ഈ അമൂർ എന്താണ് ഈ പേരിലുള്ള അമൂർ എന്ന് വെച്ചാൽ എന്താ? ഇവർക്ക് ഈ പേര് കിട്ടാൻ കാരണം എന്താന്ന് വെച്ചാൽ ദേ ഗെറ്റ് ദെയർ നെയിം ഫ്രം അമൂർ റിവർ. ഒരു അമൂർ റിവർ എന്ന് പറഞ്ഞ റിവർ ഉണ്ട്. എവിടെയായിട്ടാണെന്നറിയോ? റഷ്യ ചൈന ബോർഡറിൽ ഉള്ളൊരു റിവർ ആണ് അമൂർ. ഓക്കെ, അപ്പൊ നമ്മുടെ ബേർഡ് എവിടെന്നാ വരുന്നതെന്നറിയോ? ഈ ബേർഡ് വരുന്നത് റഷ്യ എന്നാണ്. സൈബീരിയ എവിടെയാ? ഞാൻ മാപ്പ് കാണിക്കട്ടെ. കണ്ടോ? റഷ്യ ഉണ്ടോ?
ഈ ബേർഡ് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് സൈബീരിയ എന്നാണ്, അല്ലെങ്കിൽ അവരുടെ മെയിൻ ബ്രീഡിംഗ് പോർഷനാണ് ഈ സൈബീരിയ. കണ്ടോ, റഷ്യയുടെ ഒരു പോർഷനാണ് സൈബീരിയ. എന്ന് വെച്ചാൽ മേജർ പാർട്ട് ഓഫ് റഷ്യ സൈബീരിയ എന്ന് പറയും. സൈബീരിയ എന്ന് പറയുന്നത് സെപ്പറേറ്റ് കൺട്രി അല്ല, ഒരു റീജിയൻ ആണ് സൈബീരിയ. കണ്ടോ, സെൻട്രൽ സൈബീരിയ, വെസ്റ്റേൺ സൈബീരിയ. കണ്ടോ, ഇപ്പൊ സൈബീരിയ എന്ന് പറഞ്ഞ ഒരു റീജിയൻ ആണ്. നോർത്ത് സൈബീരിയൻ ലോലാൻഡ്. കണ്ടോ, റഷ്യയുടെ ഒരു മേജർ പാർട്ട് ഓഫ് റഷ്യനാണ് നമ്മൾ സൈബീരിയ എന്ന് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ സൈബീരിയനാണ് മെയിൻലി ഈ ബേർഡ്സ് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, സൈബീരിയ എന്ന് എന്താണ്ടോ ഇങ്ങനെ ചൈനയൊക്കെ ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് അവരെവിടെ വരുന്നത്, ഇന്ത്യയിലേക്കൊക്കെ വരുന്നത്. ഓക്കെ, ചൈന അവരുടെ റൂട്ട് എന്ന് പറഞ്ഞാൽ സൈബീരിയ, ദെൻ ദേ വിൽ ഗോ ടു ചൈന, നോർത്തേൺ ചൈന. ഓക്കെ, എന്നിട്ടാണ് അവര് എവിടെ എത്തുന്നത്, ഇന്ത്യയിലേക്ക് എത്തുന്നത്. സോ നിങ്ങൾക്ക് അവിടെ നോട്ട് ചെയ്യാം, ദിസ് ബേർഡ്സ് അമൂർ ഫാൽക്കൺസ് ബ്രീഡ് ഇൻ സൈബീരിയ. അമൂർ ഫാൽക്കൺസ് ബ്രീഡ് ഇൻ സൈബീരിയ. അപ്പം ഇതിന്റെ നിങ്ങൾക്കുള്ള ടേക്ക് അവേ എന്താണെന്നറിയോ, ഇവരൊന്നും ചോദിക്കാൻ പോകുന്നില്ല ഈ അമൂർ ഫാൽക്കൺസ് ബ്രീഡ് ചെയ്യുന്ന എവിടെയാണെന്നും ചോദിക്കാനുള്ള. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സൈബീരിയ ഉള്ളത് റഷ്യയിലാണ്. അറിയുന്നവർക്കൊക്കെ നമ്മൾ ഇതൊക്കെ ഫ്രഷ് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നവരുണ്ടല്ലോ ഇതില്. അപ്പൊ അവർക്ക് സൈബീരിയ എവിടെയാണ്, സൈബീരിയ എന്ന് വെച്ചാൽ ഇറ്റ് ഫോംസ് മേജർ പാർട്ട് ഓഫ് റഷ്യയുടെ മേജർ പാർട്ട് ഫോം ചെയ്യുന്ന ഒരു റീജിയനെയാണ് നമ്മൾ സൈബീരിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ വേൾഡ് മാപ്പ് ഒക്കെ ഒന്ന് കാണാൻ പറ്റിയല്ലേ, ഈ അമൂർ ഫാൽക്കൺസിനെ കുറിച്ച് പഠിച്ചപ്പോൾ. സൈബീരിയ, ദെൻ അവര് ചൈന ക്രോസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മളുടെ അവിടെ കൂടിയൊക്കെ ട്രാവൽ ചെയ്തിട്ടാണ് 20,000 കിലോമീറ്റേഴ്സ് ഒക്കെ ട്രാവൽ ചെയ്തിട്ടൊക്കെയാണ് ഇന്ത്യയിൽ വരുന്നത്. ദെൻ അപ്പൊ ഈ മാപ്പ് ഒന്ന് നോക്കിക്കോ. ദെൻ ഞാൻ നിങ്ങൾക്ക് ഇതും കൂടി കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ലേ അമൂർ റിവറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അമൂർ റിവറും കൂടി ഒന്ന് കാണിച്ചു തരാം. ആ റിവറും കൂടി ഒന്ന് കാണാം നമുക്ക്. ഉണ്ടോ, അമൂർ റിവർ കണ്ടോ, റഷ്യ, ചൈന. കണ്ടോ അമൂർ റിവർ. നമുക്ക് മനസ്സിലായി, ഒരു കാര്യം കൂടി മനസ്സിലായില്ലേ ഇതിന്ന്, എവിടെയാണ് അമൂർ റിവർ ഉള്ളത്. UPSC അങ്ങനെയൊക്കെ ചോദിക്കൂട്ടോ. UPSCക്ക് റിവേഴ്സ് ഒക്കെ വളരെ ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. നമ്മുടെ ഇന്ത്യയുടെ ഫിസിയോഗ്രഫി ഒക്കെ പഠിക്കുമ്പോൾ അവർ ചോദിക്കും ദിസ് റിവർ ഫ്ലോസ് ടു ത്രൂ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ഇപ്പോ നമ്മുടെ നർമ്മദ ഫ്ലോസ് ത്രൂ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്സ് അല്ലെ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇത് വേൾഡ് മാപ്പ് ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് അമൂർ റിവറിന്റെ ലൊക്കേഷൻ കിട്ടിയില്ലേ, they can ask. അതൊക്കെ ചോദിക്കാം അവർക്ക്, റിവറൊക്കെ ചോദിക്കാൻ ഇഷ്ടമുള്ള റിവർ സീ ഒക്കെ. അപ്പം അമൂർ കണ്ടോ, അമൂർ റിവർ എവിടെയാ ഉള്ളത് നോക്കിയേ, റഷ്യ, ദെൻ റഷ്യ കൂടി, ദെൻ റഷ്യ എന്ന് ചൈന. കണ്ടോ, അപ്പൊ ഇറ്റ് ഫോംസ് ദി ബോർഡർ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ചൈന. റഷ്യയുടെയും ചൈനയുടെയും ബോർഡറിൽ വരുന്ന ഒരു റിവർ ആണ് അമൂർ റിവർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് okay, then okay, then മെയിൻ സ്റ്റോപ്പ് ഓവർ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ അമൂർ ഫാൽക്കൺ എന്ന് പറഞ്ഞ ബേർഡ് ഇപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മണിപ്പൂർ അല്ലെ. മണിപ്പൂരിൽ എത്തിയപ്പോഴാണ് നമുക്കത് ന്യൂസ് ആയിട്ട് നമ്മുടെ പേപ്പറിൽ ഉണ്ടായത് അല്ലെ. സോ അവരുടെ മെയിൻ ആയിട്ട് അവര് എല്ലാ ഇയറിലും വരുന്ന ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്കിന്റെ പേര് ഓർത്ത് വെച്ചു കേട്ടോ, ദോയാങ് ലേക്ക്. കണ്ട NGH അവസാനിക്കുന്നുണ്ടോ, ദോയാങ് ലേക്ക് ഇൻ നാഗാലാൻഡ്. ദോയാങ് ലേക്ക് ഇൻ നാഗാലാൻഡ്. It is known for the stopover of Amur falcon. Stopover. അവര് വന്നിട്ട് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ കുറച്ച് സ്ഥലം ഉണ്ട്, അവരുടെ സ്ഥിരം സ്ഥലം, അവിടെ കുറച്ച് നാൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ദോയാങ് ലേക്കിൽ അവർ വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, സ്റ്റോപ്പ് ഓവർ ചെയ്യാറുണ്ട്. ദോയാങ് ലേക്കിൽ അവർ വന്ന് സ്റ്റോപ്പ് ഓവർ ചെയ്യാറുണ്ട് കുറച്ച് നാള്. ഓക്കെ, ദിസ് ഈസ് ഇൻ നാഗാലാൻഡ്, ദിസ് ദോയാങ് ലേക്ക് ഇൻ നാഗാലാൻഡ്. സോ അവർക്ക് ചോദിക്കാട്ടെ, UPSCക്ക് ചോദിക്കാറുണ്ട്, ദോയാങ് ലേക്ക് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്. ഓക്കെ, അപ്പം റീസെന്റ് പേപ്പറിലൊക്കെ ഉള്ള ലേക്ക് ഒക്കെ ആണെങ്കിൽ അത് അവർ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, സോ ദോയാങ് ലേക്ക് ഈസ് ഇൻ നാഗാലാൻഡ്. ഓക്കെ, അവിടെ സ്ഥിരമായിട്ട് നമ്മുടെ അമൂർ ഫാൽക്കൺസ് എല്ലാ ഇയറിലും വരും. സോ നാഗാലാൻഡ് ഈസ് ഓൾസോ നോൺ ആസ്
Falcon capital of the world. അതൊന്ന് നോട്ട് ചെയ്ത്. നാഗാലാൻഡ് is also known as Falcon capital. Falcon capital. Falcon capital of the world. Falcon capital of the world. ഏത് സ്റ്റേറ്റ് ആണ് അങ്ങനെ അറിയപ്പെടുന്നത്? നാഗാലാൻഡ്. UPSC ചോദിക്കും which state is known as Falcon capital of the world? Falcon capital of the world ഏത് സ്റ്റേറ്റ് ആണ്? നാഗാലാൻഡ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയോ? അമൂർ ഫാൽക്കൺസ് ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യാം. അമൂർ ഫാൽക്കൺസ് ആരാണ്? They are the world's longest traveling raptors. They are the world's longest traveling raptors. World's longest traveling raptors ആണ് അമൂർ ഫാൽക്കൺസ്. അവരുടെ മൈഗ്രേറ്ററി റൂട്ട് is about 22,000 kilometers long. Then how did they get that name? They got that name through the Amur River that is present. എവിടെയാണ് അതുള്ളത്? It is in the border of Russia and China. Okay, അവരുടെ ബ്രീഡിംഗ് പ്ലേസ് സൈബീരിയ. സൈബീരിയ is a part of Russia. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? അവരുടെ മെയിൻ സ്റ്റോപ്പ് ഓവർ ഇൻ ഇന്ത്യ ആണ് ദോയാങ് ലേക്ക് ഇൻ നാഗാലാൻഡ്. അതുകൊണ്ട് നാഗാലാൻഡിനെ നമ്മൾ എന്ത് പറയും? ഫാൽക്കൺ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് പറയും. ഫാൽക്കൺ ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. ഓക്കെ, ഇത്രയും ഓക്കെ ആണോ? ഓക്കെ ടീച്ചർ. Okay, okay, yeah. So let's go to the next topic. Okay. Next topic is E-Shram portal. E-Shram portal. E-Shram portal. So എന്താണ് E-Shram portal? ഈസ്റ്റേൺ പോർട്ടൽ എന്ന് പറഞ്ഞാൽ റീസെന്റ് അതായത് റീസെന്റ് മീൻസ് ഓൺ ഓഗസ്റ്റ് 26 ഇന്ത്യൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ഒരു പോർട്ടലാണ്. പോർട്ടൽ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലെ? ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു പോർട്ടലാണ് എന്ത്? ഈശ്രം പോർട്ടൽ. എന്നാണ് അത് ലോഞ്ച് ചെയ്തത്? ഓൺ ഓഗസ്റ്റ് 26, 2021. ഈ ഡേറ്റിലാണ് അത് ലോഞ്ച് ചെയ്തത്. ഡേറ്റ് ഒന്നും നമുക്ക് വേണ്ട. ഈശ്രം പോർട്ടൽ എന്തിനാണ് എന്നൊക്കെ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, സോ ഞാൻ വൈറ്റ് ബോർഡിൽ നോട്ട്സ് തരാം, എഴുതി പോണേ. ഓക്കെ, ഈശ്രം പോർട്ടൽ. It is a portal launched by Indian government. എന്തിനു വേണ്ടിയാ നോക്കാം അല്ലെ? അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന് വേണ്ടി. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ എന്താ? അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ അതായത് ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നതല്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കൺസ്ട്രക്ഷൻ ലേബറേഴ്സ് അതായത് കൺസ്ട്രക്ഷൻ സൈറ്റ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ലേബറേഴ്സ് ഉണ്ടല്ലോ, അവർ വർക്ക് ചെയ്യുന്ന ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. അതായത് അവർക്കൊരു ഫിക്സഡ് സാലറി ഇല്ല. ഓക്കെ, മലയാളത്തിൽ വേണമെന്നാണോ പറയുന്നത് നോട്ട്സ്? ഞാൻ മലയാളം ഇൻക്ലൂഡ് ചെയ്താണല്ലോ കൂടുതൽ സംസാരിക്കുന്നത്. ഓക്കെ, മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? മെസ്സേജ് ടു ജിഷ. ക്ലിയർ ആവുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ ജിഷ? മനസ്സിലാവുന്നുണ്ട്. കുറച്ചും കൂടി മലയാളത്തിൽ കൂടി പറയുമോ? പറയാം കേട്ടോ. ഇതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാ. നമ്മള് ഇപ്പൊ എന്തായാലും നമുക്ക് പ്രിലിംസ് എഴുതണമെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികളാ, നിങ്ങൾക്ക് ടെൻഷനൊന്നും ആവണ്ട. നമ്മുടെ പ്രിലിംസിൽ മെയിൻ ആയിട്ടും പ്രിലിംസ് നടത്തുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടി പറയാണ്. നമ്മള് ഇങ്ങനത്തെ ഒക്കെ വേർഡ്സ് ഉണ്ടോ? ഈ വേർഡ്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാലാണ് നമുക്ക് എക്സാമിന് ആ വേർഡ്സ് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇംഗ്ലീഷ് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വായിച്ച് ഒന്ന് റീഡ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് വരണം കേട്ടോ. എനിക്ക് മലയാളത്തിൽ പറയാൻ നോ പ്രോബ്ലം, ഞാൻ മലയാളത്തിൽ പറയാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് പേപ്പേഴ്സ് വായിച്ച് നമ്മളുടെ ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾ ഇംപ്രൂവ് ചെയ്തെടുക്കണം. എന്നാലേ നമുക്ക് പ്രിലിംസിനൊക്കെ നമുക്ക് എഴുതി വരണ്ടേ. അപ്പം ഇംഗ്ലീഷിലെ നോട്ട്സ് വായിച്ച് പഠിക്കുന്നതായിരിക്കും UPSCക്ക് നല്ലത്.
ഓക്കെ, നമ്മുടെ PSC എക്സാംസിൽ കംപ്ലീറ്റ് മലയാളമൊക്കെ, പക്ഷെ UPSC നമ്മുടെ സിവിൽ സർവീസ് എക്സാമിന് ഇംഗ്ലീഷിലാണ് നമ്മുടെ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ഇംഗ്ലീഷിൽ വായിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. പറഞ്ഞെന്നുള്ളൂ, നമ്മൾ പയ്യെ പയ്യെ ആയി വന്നാൽ നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. ഓക്കെ, ഞാൻ പറയാം കേട്ടോ, മലയാളത്തിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ, ഇപ്പൊ ഈസ്റ്റേൺ പോർട്ടൽ ഉള്ളത് എന്തിനാന്ന് വെച്ചാല് ഇതൊരു പോർട്ടലാണ്, അവിടെ വെബ്സൈറ്റ് ആണ്. നമ്മള് എല്ലാത്തിനും വെബ്സൈറ്റ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അക്ഷയ അല്ലെ, അക്ഷയ സെന്റർ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അക്ഷയ എന്നൊരു വെബ്സൈറ്റ് ഒക്കെ ഉണ്ട് അല്ലെ. അതേപോലെ വർക്കേഴ്സിന് വേണ്ടി ഈ തൊഴില് ഈ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിൽ വർക്ക് ചെയ്യണം. അതായത് ഞാൻ പറയാം, ഇപ്പൊ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളില്ലേ, അവർക്ക് ഒരു ഫിക്സഡ് സാലറി ഇല്ല, ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് ഇല്ല. അങ്ങനെയുള്ള, അതായത് ഞാൻ 8 മണിക്ക് വന്ന് 9 മണിക്ക് വന്ന് 5 മണിക്ക് വേണം, അങ്ങനെയൊന്നും ഫിക്സഡ് ടൈം ഒന്നും ഇല്ല അവർക്ക് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനെയാണ് നമ്മൾ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് എന്ന് പറയും. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ സ്ട്രീറ്റ് വെൻഡേഴ്സ് അല്ലെ, റോഡ് സൈഡിലൊക്കെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ആൾക്കാരില്ലേ, അവർക്കൊക്കെ ഫിക്സഡ് ടൈമിംഗ് ഒന്നുമില്ല അല്ലെ. അത് ഫിക്സഡ് ടൈമിംഗ് ഇല്ല, ഫിക്സഡ് ശമ്പളം ഇല്ല, ഒന്നുമില്ല. ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ, അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സിനെയാണ് നമ്മൾ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് എന്ന് പറയാം. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. ഓക്കെ, അപ്പൊ ഈ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന്റെ ഡാറ്റ ഒന്നും ഗവൺമെന്റിന്റെ കയ്യിലില്ല, അവർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റുകളൊന്നുമില്ല, ഗുണങ്ങളൊന്നുമില്ല. പക്ഷെ അതേസമയം ഒരു ഓർഗനൈസ്ഡ് സെക്ടറിൽ, അതായത് ഒരു കമ്പനി വർക്ക് ഉള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് വിചാരിക്കുക, അവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും അല്ലെ, PF, ESI അങ്ങനത്തെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇവർക്കെന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ബെനിഫിറ്റ്സും ഇല്ല, ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാ ഈ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടി ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഏത് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഏത് മിനിസ്ട്രിയാണ് അത് നോട്ട് ചെയ്യണം കേട്ടോ. മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ഓക്കെ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഈസ്റ്റേൺ പോർട്ടൽ. ഓക്കെ, അതിന്റെ ഏത് മിനിസ്ട്രി ആണെന്നൊക്കെ പറഞ്ഞാൽ അവർ ചോദിക്കാറുണ്ട്, ഏത് മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ഈ മിനിസ്ട്രി ലോഞ്ച് ചെയ്തിരിക്കുന്ന പോർട്ടൽ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ആണ് ഈസ്റ്റേൺ പോർട്ടൽ. അത് ആരെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്? മെയിൻലി അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട്. അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ ഓർഗനൈസ്ഡ് സെക്ടറിലല്ല, അവരിങ്ങനെ ദിവസം അവർക്ക് ദിവസം വേതനം വാങ്ങില്ലേ, ആ കാറ്റഗറി ഓഫ് ആൾക്കാർ. ഓക്കെ, അവരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഗവൺമെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു പോർട്ടലാണ് ഈസ്റ്റേൺ പോർട്ടൽ. ഓക്കെ, ഇപ്പൊ ഏത് മിനിസ്ട്രി ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം, മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ഈ മിനിസ്ട്രി ആണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയാണ്? എയിം എഴുതണേ. എന്ത് പോർട്ടല് അല്ലെങ്കിൽ എന്ത് പുതിയ സ്കീം, ഗവൺമെന്റ് സ്കീമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ എയിം അറിഞ്ഞിരിക്കണം. എയിം നമ്മൾ എഴുതണം. ഓക്കെ, എന്താണ് എയിം നോക്കാം അല്ലെ. എയിം എന്ന് വെച്ചാൽ ടു ക്രിയേറ്റ്, ഞാൻ പറയുന്ന കൂടെ തന്നെ എഴുതി പോവാ, ടു ക്രിയേറ്റ് എ നാഷണൽ ഡാറ്റാബേസ്. നാഷണൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡാറ്റാബേസ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഡാറ്റയുടെ കളക്ഷൻ അല്ലെങ്കിൽ കുറച്ച് വിവരങ്ങളുടെ ഒരു കളക്ഷനെയാണ്. കുറച്ച് വിവരങ്ങൾ കളക്ട് ചെയ്ത് വെക്കണേ നമ്മൾ എപ്പോഴും ഡാറ്റാബേസ് എന്ന് പറയാം അല്ലെ. ഡാറ്റാബേസ് ഓഫ് സ്റ്റുഡൻസ് ഓഫ് എ സ്കൂൾ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു സ്കൂളിലെ പിള്ളേരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, അവരുടെ സ്കൂൾ പേര്, ക്ലാസ്, ഡാറ്റാബേസ് അല്ലെ. അപ്പൊ ഒരു നാഷണൽ ഡാറ്റാബേസ് ഉണ്ടാക്കണം. നാഷണൽ ഡാറ്റാബേസ് ആരെ കുറിച്ചുള്ള ഡാറ്റാബേസാ? ടു ക്രിയേറ്റ് എ നാഷണൽ ഡാറ്റാബേസ് ഓഫ് unorganized workers. ഓക്കെ, അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ഒരു കുറച്ച് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കണം. ഓക്കെ, അതിനു വേണ്ടിയാണ് മെയിൻലി ഈസ്റ്റേൺ പോർട്ടൽ. അതായത് ഇപ്പോ ഞാനൊരു അൺഓർഗനൈസ്ഡ് വർക്കർ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? ഈ വെബ്സൈറ്റിൽ കയറാം, എന്റെ ആധാർ കാർഡ്, പേര്, കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യാം. അപ്പൊ എനിക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ എന്റെ ഡീറ്റെയിൽസ് ഗവൺമെന്റിന് കിട്ടി അല്ലെ. അപ്പൊ എനിക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ, ഈ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന് വേണ്ടി ഇവർ എന്തെങ്കിലും സ്കീമൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ എനിക്ക് എളുപ്പമായിട്ട് ആ സ്കീമിൽ എൻറോൾ ആവാൻ പറ്റും. ആ സ്കീമിൽ എനിക്ക് പെട്ടെന്ന് തന്നെ എന്റെ പേര് രജിസ്റ്റർ ചെയ്യാനൊക്കെ പറ്റും. മനസ്സിലായി? ഇൻഷുറൻസ് സ്കീംസ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ എനിക്ക് അതിൽ കയറി ഇതിൽ ഓൾറെഡി ഞാൻ രജിസ്റ്റേർഡ് ആയിട്ടുള്ളതുകൊണ്ട് എനിക്ക് വേഗം തന്നെ അത് ആക്സസ് ചെയ്യാൻ പറ്റും.
എനിക്ക് പെട്ടെന്ന് തന്നെ ആ ഇൻഷുറൻസ് സ്കീമിലേക്ക് എനിക്ക് എൻറോൾ ആവാൻ പറ്റും. ഓക്കെ, അപ്പൊ ഗവൺമെന്റ് അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഗവൺമെന്റ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആരെ കുറിച്ചുള്ള അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന് വേണ്ടിയുള്ള ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇൻഷുറൻ പോർട്ടൽ അവർ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ഓക്കെ, അപ്പൊ ഇതിൽ രജിസ്റ്റർ ചെയ്താൽ എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരു കാർഡ് പ്രൊവൈഡ് ചെയ്യും. ഈശ്രം കാർഡ്, ഈശ്രം കാർഡ്, ഈശ്രം കാർഡ്, ഇങ്ങനെ ഒരു കാർഡ് തരുവര്. കാർഡ് എന്ന് വെച്ചാൽ ഡിജിറ്റൽ ആയിരിക്കും. അതായത് നമുക്ക് അതിന്റെ ഒരു മേ ബി നമുക്കത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും. ഓക്കെ, ഈശ്രം കാർഡ് അതിൽ ഒരു 12 ഡിജിറ്റ് നമ്പർ ഉണ്ടാവും. 12 ഡിജിറ്റ് നമ്പർ. ഇപ്പൊ നമ്മുടെ ആധാർ കാർഡ് നമ്പർ ഒക്കെ ഇല്ലേ, അതേപോലെ ഇതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 12 ഡിജിറ്റ് നമ്പർ കിട്ടും. അതാണ് നമ്മുടെ ഈശ്രം നമ്പർ. ഓക്കെ, അപ്പൊ ഈ നമ്പർ വെച്ച് നമുക്ക് ഏത് സ്കീമിൽ വേണമെങ്കിലും ഗവൺമെന്റിന്റെ ഏത് സ്കീം വന്നാലും നമുക്ക് വേണ്ടി, അതായത് അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിനെ കുറിച്ച് വരുന്ന എല്ലാ സ്കീമിലും ഈ നമ്പർ ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ആധാർ നമ്പർ പോലെ തന്നെ. ആധാർ നമ്പർ മീൻസ് അതേപോലെ ഒരു നമ്പർ തരും നമുക്ക്. എന്തിനു വേണ്ടിയാണ്? നമുക്ക് ഓരോ സ്കീമിലൊക്കെ എൻറോൾ ആവാൻ വേണ്ടിയാണ് ആ നമ്പർ യൂസ് ചെയ്യുക. മനസ്സിലായോ? അപ്പം ഇതിൽ നമുക്ക് സെൽഫ് എൻറോൾമെന്റ് പോസിബിൾ ആണ്. സെൽഫ് എൻറോൾമെന്റ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് തന്നെ നമുക്ക് അറിയാന്നുണ്ടെങ്കിൽ നമുക്ക് ഈശ്രം പോർട്ടലിൽ കയറിയിട്ട് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് നമുക്ക് അതിൽ എൻറോൾഡ് ആവാം, രജിസ്റ്റർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അക്ഷയ അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും അറിയാവുന്നവരെ കൊണ്ട് നമ്മളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യിക്കാം. നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, നമ്മുടെ ആധാർ നമ്പറും മൊബൈൽ നമ്പറൊക്കെ വെച്ച് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ അങ്ങനത്തെ ഒരു പോർട്ടലാണ് ഈശ്രം പോർട്ടൽ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് UPSCക്ക് ഇത് ചോദിക്കണം, എങ്ങനെയാണെന്ന് അറിയാം. ഈശ്രം പോർട്ടൽ ഈസ് launched for what purpose? അല്ലെ, എന്ത് പർപ്പസിനാ? ഓപ്ഷൻസിൽ ഫോർ ഓർഗനൈസ്ഡ് വർക്കേഴ്സ് അല്ലെങ്കിൽ ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്, ഫോർ ഹെൽത്ത് വർക്കേഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് വരും. ഇത് എന്തിനു വേണ്ടിയുള്ളതാ? അൺഓർഗനൈസ്ഡ് വർക്കേഴ്സിന് വേണ്ടിയുള്ളത്. ഓക്കെ, പിന്നെ അവർ ചോദിക്കാവുന്ന ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻ, ഈശ്രം പോർട്ടൽ ഈസ് ലോഞ്ച് ബൈ വിച്ച് മിനിസ്ട്രി? ഏത് മിനിസ്ട്രിയാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്? ഓക്കെ, ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്. ഓക്കെ, പിന്നെ ഇവർക്ക് സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സെന്റൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അവർ പറയും സെന്റൻസ് 1, it is for creating national database of unorganized workers. Statement 2, it will provide a 12-digit unique number. Okay, which of the following statements is correct? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്നൊക്കെ നോക്കി വായിച്ച് നിങ്ങളുടെ ഓപ്ഷൻസ് 1 only, 2 only, both 1 and 2 എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും. അത് മാർക്ക് ചെയ്ത് പോവാം. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാലാണ് മനസ്സിലാവുള്ളൂ. ഞാൻ ഒരു ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ PDF കാണിച്ചു തരാം. ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ ഇതിന്റെ ഒരു ബെനിഫിറ്റും കൂടി, ഈ ഈശ്രം പോർട്ടലിന്റെ ഒരു ബെനിഫിറ്റും കൂടി പറഞ്ഞിട്ട് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാം. റിമൈനിങ് കറണ്ട് അഫയേഴ്സ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഒരു ബെനിഫിറ്റും കൂടി നിങ്ങൾ നോട്ട് ചെയ്തോ ഈശ്രം പോർട്ടലിനെ കുറിച്ചുള്ള. It provides 2 lakh insurance, 2 lakh rupees, 2 lakhs insurance on death of the worker, എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 2 lakhs ആണ്, 2 lakhs ആണിത്. അതായത് ഇതിൽ രജിസ്റ്റർ ചെയ്ത ഒരു അൺഓർഗനൈസ്ഡ് വർക്കർ ഡെത്ത് ആയാൽ എന്ത് കിട്ടും? ഒരു 2 lakhs rupees ഇൻഷുറൻസ് അവർക്ക് കിട്ടും. ഓക്കെ, സോ അതായത് ഇതിൽ രജിസ്റ്റർ ചെയ്യണ വഴി ഓട്ടോമാറ്റിക്കലി എൻറോൾഡ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ആക്സിഡന്റൽ ഡെത്ത് ആണ്, അതൊന്ന് നോട്ട് ചെയ്യണേ. ആക്സിഡന്റൽ ഡെത്ത് ആണെങ്കിൽ ഇതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാ നമ്മൾക്കൊരു 12 ഡിജിറ്റ് യൂണിക് നമ്പർ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? നമുക്ക് 2 lakh ഇൻഷുറൻസ് കിട്ടും ഓൺ ഡെത്ത്. ഓക്കെ, ആക്സിഡന്റൽ ഡെത്ത് ആണെങ്കിൽ. ഓക്കെ, സോ അവര് അതായത് കൂടുതൽ ബെനിഫിറ്റ്സിന്, അതായത് കൂടുതൽ സ്കീമുകളിലേക്ക് എൻറോൾ ചെയ്യാനായിട്ട് ഈ പോർട്ടൽ വളരെ ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, സോ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ഈ അൺഓർഗനൈസ്ഡ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീംസ് ഏതൊക്കെയാണെന്ന് അറിയാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഈശ്രം പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്താൽ അവർക്ക് അതിനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ ആണെങ്കിൽ can you just reply me? മനസ്സിലായോ? ഓക്കെ ടീച്ചർ, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് നോക്കിയ 3 ടോപ്പിക്സ്. ഫസ്റ്റ് ടോപ്പിക് കുശിനഗർ ഇന്റർനാഷണൽ എയർപോർട്ട്, സെക്കൻഡ് ടോപ്പിക് അമൂർ ഫാൽക്കൺസ്,
തേർഡ് ടോപ്പിക് ഈശ്രം പോർട്ടൽ. ഓക്കെ, ദെൻ ഇനിയുണ്ട് കുറച്ച് 3 ടോപ്പിക്സ് കൂടി ഉണ്ടായിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാൻ നോ പ്രോബ്ലം. അപ്പം എനിക്ക് ഇതിൽ നിന്ന് ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു ടോപ്പിക് കാണുമ്പോൾ അത് ഏത് രീതിയിൽ റീഡ് ചെയ്ത് പോകണം, അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. എല്ലാം ചവറ് പോലെ പഠിക്കണം എന്നില്ല, അതിന്റെ ആവശ്യമുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണം. അങ്ങനെ എന്തൊക്കെയാണ് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടാക്കിയില്ല? കുട്ടികൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. See you everyone. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. യെസ്, പ്ലീസ് ആസ്ക്. അമൂർ ഫാൽക്കന്റെ മൈഗ്രേറ്ററി റൂട്ട് ഒന്നും കൂടി പറയോ? അമൂർ ഫാൽക്കൺസിന്റെ മൈഗ്രേറ്ററി റൂട്ട് അല്ലേ? ഓക്കെ, ഞാൻ മാപ്പ് കാണിച്ചിട്ട് പറയാം. അമൂർ ഫാൽക്കൺസ് മെയിൻലി സൈബീരിയ റീജിയനിൽ നിന്നാണ് മൈഗ്രേറ്റ് ചെയ്ത് വരാം. ഓക്കെ, അവര് വരുന്ന ഈ പോർഷനിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് അവര് ത്രൂ ചൈനയിലൊക്കെ പോയി അവിടെ നിന്നാണ് 22,000 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്തിട്ടാണ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഇന്ത്യ ഏകദേശം ഇവിടെ വരും അല്ലെ, ഇവിടെ ആയിട്ട് വരും. സോ ഇന്ത്യയിലേക്ക് എത്തുന്നത് ഇത്രയും റീജിയൻസിൽ കൂടി കവർ ചെയ്തിട്ടാണ്. ദെൻ 22,000 കിലോമീറ്റേഴ്സ് അവരുടെ മൈഗ്രേറ്ററി റൂട്ട് എന്ന് പറഞ്ഞാൽ 22,000 കിലോമീറ്റേഴ്സ് ആണ്. അത്ര ലെങ്തി ആണ്. ഓക്കെ, സോ അത് കവർ ചെയ്യുന്ന എല്ലാ സ്റ്റേറ്റ്സും എല്ലാ കൺട്രീസും നമുക്ക് ആവശ്യമില്ല. പക്ഷെ അവര് എവിടെ നിന്നാണ് വരുന്നത്, ദെൻ അവര് ക്രോസ് ചെയ്ത് വരുന്ന റിവർ അമൂർ റിവർ ദെൻ ദേ റീച്ച് ഇന്ത്യ. ഇന്ത്യയിൽ എത്തിയിട്ട് അവരുടെ ആനുവൽ സ്റ്റോപ്പ് ഓവർ നടക്കുന്നത്, അവർ എല്ലാ കൊല്ലവും വന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന പ്ലേസ് ആണ് ഒന്ന് നമ്മൾ പറഞ്ഞ റിവർ. എന്താണ് ആ റിവറിന്റെ പേര്? ഡോയാങ് റിവർ, ലേക്ക് അല്ലെ, ഡോയാങ് ലേക്കിൽ വരും. നാഗാലാൻഡിലുള്ള ഡോയാങ് ലേക്കിൽ വരും. അവിടെ അവര് സ്റ്റോപ്പ് ഓവർ ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ നാഗാലാൻഡിനെ ഫാൽക്കൺ ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ് എന്ന് പറയും. പിന്നെ ഇപ്പോ റീസെന്റ് ആയിട്ട് അവര് എത്തിയിരിക്കുന്നത് മണിപ്പൂരിലാണ് അല്ലെ, മണിപ്പൂർ ഡിസ്ട്രിക്റ്റിലാണ്, മണിപ്പൂർ സ്റ്റേറ്റിലാണ് അവര് ഇപ്പോ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ കറണ്ട് അഫയർ ആയിട്ട് പേപ്പറിൽ വന്നത്. മണിപ്പൂർ സ്റ്റേറ്റില് തമെങ്ലോങ് ഡിസ്ട്രിക്റ്റിൽ ഇപ്പോൾ അവർ എത്തിയിട്ടുണ്ട്. Then they will be moving to നാഗാലാൻഡിലും ഒരു കുറച്ചു നേരം തങ്ങും. Then they'll go back. അവരുടെ ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ തിരിച്ച് വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകും. പിന്നെയും നെക്സ്റ്റ് കൊല്ലം ഇത് റിപ്പീറ്റ് ചെയ്യും. Okay, ma'am. So thank you everyone. See you in the next class. Okay, thank you ma'am. Thank you. ശ്രദ്ധിക്കുക, കുട്ടികളെ ശ്രദ്ധക്ക് അടുത്ത ക്ലാസ് 11 മണിക്കാണ്. നിങ്ങൾക്ക് ലിങ്ക് തന്നിട്ടുണ്ട്. 11 മണിക്ക് ഒരു 5 മിനിറ്റ് 10:50 നിങ്ങൾ ക്ലാസ് കയറണം. നിങ്ങളോട് ഒരു 5 മിനിറ്റ് രാഹുൽ സംസാരിക്കും. നമ്മൾ അക്കാഡമിക് കോർഡിനേറ്റർ രാഹുൽ സംസാരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ 11 മണിക്ക് മുന്നേ തന്നെ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് അതിൽ പ്രവേശിക്കണം എന്നും കൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, ബൈ.